ഞാൻ കാശ്മീരം എന്ന സിനിമയുടെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കാശ്മീരം എന്ന സിനിമ ഉണ്ടായത് ഇതിന് നിർമ്മാതാവ് ജി സുരേഷ് കുമാറാണ്, രേവതി കലാമന്ദറിൻ്റെ. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ് ഞാൻ. ആ കെയർ ഓഫിൽ അതിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നെയാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ചുമതല ഏൽപ്പിച്ചത്. അപ്പോൾ അന്ന് സുരേഷ് ഗോപിക്ക് വലിയ മാർക്കറ്റുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി പെട്ടെന്ന് സുരേഷ് കുമാറിനെ വിളിച്ചിട്ട് ഡേറ്റ് കൊടുത്തു. ചോദിച്ചിരുന്നു നേരത്തെ, അങ്ങനെ ഒരു ഡേറ്റ് നൽകി. പക്ഷേ സുരേഷ് കുമാർ ഉടനെ തന്നെ എന്നെ വിളിച്ചു, ഇതുപോലെ സുരേഷ് ഡേറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് കഥയൊന്നും ആയിട്ടില്ല, നമുക്ക് എ കെ സാജനെ വിളിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ എ കെ സാജനെ വിളിച്ചു. എ കെ സാജൻ ഒരു കഥ പറഞ്ഞു. അതായത് ഈ ബ്ലാക്ക് കാറ്റ്സിൻ്റെ ഒരു കഥയാണത്. ഒരു വി ഐ പിക്ക് ബ്ലാക്ക് കാറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിൻ്റെ ആയി ബന്ധപ്പെട്ട ഡൽഹി പോലുള്ള ഒരു നഗരത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഡൽഹിയിൽ തന്നെ ഷൂട്ട് ചെയ്യുകയും വേണം. കഥയുടെ സ്കെൽട്ടൺ സുരേഷ് ഗോപിയോട് പറഞ്ഞു. സുരേഷ് ഗോപിയും അത് അപ്രൂവ് ചെയ്തു. 15 ദിവസങ്ങൾക്കപ്പുറം ഷൂട്ട് ചെയ്യണം. 15 ദിവസമേ ഉള്ളൂ ഈ കഥയുടെ സ്കെൽട്ടണായി കഴിഞ്ഞ് ഷൂട്ടിങ്ങിനുള്ള, അതായത് ഡേറ്റ്, സുരേഷ് ഗോപിയുടെ ഡേറ്റ്. അപ്പം ഈ കഥയ്ക്ക് ഈ പടത്തിന് സംവിധായകനായി രാജീവ് അഞ്ചൽ എന്ന് പറയുന്ന ആളിനെയാണ് അന്ന് ഉണ്ടായിരുന്നത്. രാജീവ് അഞ്ചലിനെയാണ് ഫിക്സ് ചെയ്തത്. രാജീവ് അഞ്ചലും എ കെ സാജനും സുരേഷും ഞാനും എല്ലാവരും കൂടെ ഇരുന്ന് ബാക്കിയുള്ള ഒരു ചെറിയ തിരക്കഥയുടെ രൂപമൊക്കെ ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കി. ഇനി ഷൂട്ടിങ്ങിന് 7 ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോഴും സ്ക്രിപ്റ്റ് ആയിട്ടില്ല. തിരക്കഥ ഇങ്ങനെ പറയാവുന്ന തരത്തിലായി എന്നുള്ളതേ ഉള്ളൂ. എ കെ സാജൻ പൂർണ്ണമായിട്ടും ഇവിടെ ഇരിപ്പുണ്ട്. അതിലൂടെ സമയം കൊടുക്കണ്ടേ അദ്ദേഹത്തിന് എഴുതിയുണ്ടാക്കാൻ. അപ്പോൾ 7 ദിവസമേ ബാക്കിയുള്ളൂ. ലൊക്കേഷൻ കാണാൻ ഇതുവരെ പോയിട്ടില്ല ആരും. അവിടെയുള്ള സൗകര്യങ്ങൾ എന്താണ്, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ സുരേഷ് കുമാർ ഞാനും കൂടെ ആലോചിച്ച ഒരു സുപ്രഭാതത്തിൽ ഞാൻ എന്നെ ഡൽഹിക്ക് അയക്കുകയാണ്. ഞാൻ അന്നുവരെ ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിൽ പോയിട്ടില്ലാത്ത ഒരാളാണ്, ഡൽഹി കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. 7 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും എ കെ സാജനും കൂടി ഡൽഹിക്ക് പോവുകയാണ്. അപ്പോൾ സുരേഷ് കുമാറിൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഷാജി എന്ന് പറയുന്ന ആൾ അവിടെ സ്ഥിരമായിട്ട് അവിടെയാണ്, തിരുവനന്തപുരത്തുകാരനാണ് എങ്കിൽ തന്നെയും സ്ഥിരമായി ഡൽഹിയിലാണ്. അത് ഈ പൊളിറ്റിക്കലുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് അവിടെ തന്നെയാണ് അതിൻ്റെ സങ്കേതം. അദ്ദേഹം എയർപോർട്ടിൽ വരും, നിങ്ങളെ കൊണ്ടുപോയിക്കോളും. ബാക്കിയെല്ലാം അദ്ദേഹം പറഞ്ഞ് അദ്ദേഹവുമായി ആലോചിച്ച് മാർഗനിർദ്ദേശം അദ്ദേഹം നൽകും. അത് പ്രകാരം ചെയ്യണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡൽഹിയിൽ ഞങ്ങൾ 2 പേരും പോയി ഇറങ്ങി. ഷാജി എയർപോർട്ടിലുണ്ടായിരുന്നു. ഷാജി ഞങ്ങൾ 2 പേരെയും കൊണ്ടുപോയി. അന്ന് ഞങ്ങൾക്ക് റൂം കിട്ടിയത് നെഹ്റു യുവ കേന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി റൂംസുണ്ട്, ഹോട്ടൽ മാതിരി റൂംസുണ്ട്. പക്ഷേ വളരെ ചെറിയ തുച്ഛമായ വാടകയൊക്കെ ഉള്ളൂ. നല്ല അറ്റ്മോസ്ഫിയറും നല്ല റൂം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾക്ക് റൂം പറഞ്ഞിരുന്നത്. അത് ഈ പൊളിറ്റിക്കൽ ഇതേ കിട്ടത്തുള്ളൂ അവിടെ റൂംസ്. അപ്പം അന്ന് ഭരിച്ചിരുന്ന പാർട്ടിയുടെ ആളാണ് ഈ ഷാജി എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിനത് വളരെ ഈസിയാണ്. അങ്ങനെ റൂം കിട്ടി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തൊട്ട് ബാക്കി ലൊക്കേഷൻ കാണുക, താമസ സൗകര്യം ഏർപ്പാട് ചെയ്യുക എന്നുള്ള ഒരു വലിയ ചുമതലയാണ് ഇനി തീർക്കാനുള്ളത്. അങ്ങനെ ലൊക്കേഷൻ കാണുകയും, അപ്പോൾ ഇതിനിടയിൽ ഇദ്ദേഹത്തിന് എഴുതാനുള്ള സമയം കിട്ടുന്നില്ല, ഇരുന്ന് എഴുതാനാണ്. അദ്ദേഹവും വരണം ലൊക്കേഷൻ തിരയാനായിട്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെയാണ് ഷാജിയോടൊപ്പം പോകുന്നത് പല സ്ഥലങ്ങളിലും. അങ്ങനെ ഒരുവിധം ലൊക്കേഷനെല്ലാം കണ്ട് ഇവിടെ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യാം എന്ന് ഒരു തീരുമാനമെടുത്തു. ഇനി അക്കോമഡേഷനാണ്. ഞങ്ങളങ്ങനെ ആലോചിച്ച് നോക്കി വരണ കൂട്ടത്തിൽ ഹോട്ടൽ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു പഴയകാല ഈ ITDCയുടെ
ITDCയുടെ പ്രതാപകാലത്ത് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പം ITDC ഈ ഹോട്ടൽ ക്ഷയിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അധികം ആരും താമസിക്കുന്നുമില്ല, വലിയ ബിസിനസ്സൊന്നും നടക്കുന്നില്ല. അപ്പം അങ്ങനെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഹോട്ടലിലെത്തി. അത് വേറൊരാൾ മുഖാന്തരമാണ് എത്തിയത്. അപ്പം അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ജനറൽ മാനേജർ എന്ന് പറയുന്നത് മലയാളിയാണ്, തിരുവനന്തപുരം നാലാഞ്ചിറ സ്വദേശിയാണ്. അദ്ദേഹവുമായി സംസാരിച്ചു. അപ്പം അവിടെ ഏതാണ്ട് 200 റൂമുകളുണ്ട്. അത്ര വലിയൊരു സമുച്ചയമാണ് ആ രഞ്ജിത്ത് ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റൂമിൽ നിന്നും മറ്റൊരു സ്ഥലത്ത് ഒരു കോറിഡോറിൽ പോകണമെങ്കിൽ നമ്മൾ ചുമ്മാ രസത്തിന് പറയും സൈക്കിളെടുത്ത് ചവിട്ടി വേണം പോകാനായിട്ട്. അത്ര ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് റൂമെല്ലാം. അതായത് ശാരദ മുതൽ സുരേഷ് ഗോപി മുതൽ പ്രിയാരാമൻ മുതൽ സംവിധായകൻ മുതൽ സകല പേരും ഒരേ ഒരു കോംപ്ലക്സിൽ. അങ്ങനെയുള്ള ഒരു താമസ സൗകര്യം നമ്മൾ ഒരുക്കി അവിടെ. അപ്പോൾ എന്നെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചോളം രാവിലെ എണീറ്റ് വന്ന് അവരെല്ലാം വിളിച്ചു വരുത്തുന്നതിന് വളരെ ഈസിയാണ്. കാരണം താഴെ റിസപ്ഷനിൽ വന്ന് നിന്നുകൊണ്ട് എല്ലാ റൂമിലും വിളിച്ചാൽ മതി, റെഡിയാണ് വരാനായിട്ടുള്ള പോകാനും എന്നുള്ളത് പറയാനായിട്ട്. അങ്ങനെ ഒരു സൗകര്യം അവിടെ കിട്ടി. പോരാത്തതിന് ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുന്ന കേന്ദ്രം കൂടി ഇതിൻ്റെ താഴത്തെ ഒരു കിച്ചണുണ്ട്. കിച്ചണിൻ്റെ ഒരു സ്പേസ്, ഒരുപാട് വലിയൊരു സ്പേസ് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ കിച്ചൻ്റെ പരിപാടികളും ഞങ്ങൾ അവിടെ തന്നെ നടത്തി. അപ്പം വെളിയിലെങ്ങും പോകേണ്ട കാര്യമില്ല. അവിടെ തന്നെ ഫുഡ് വെച്ച് അവിടുന്ന് തന്നെ നേരെ റൂമിലേക്ക് എത്തിക്കുക എല്ലാവരുടെയും. അവിടുന്ന് തന്നെ ലൊക്കേഷനിലേക്ക് ഫുഡ് കൊണ്ടുവരിക എന്നുള്ള ഒരു നല്ലൊരു അറേഞ്ച്മെൻ്റ് അവിടെ ലഭിച്ചു. അങ്ങനെ അവിടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. അപ്പം ഞങ്ങൾക്ക് ഒരു കൂടുതൽ സഹായം കിട്ടുന്നത് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന എസ് കൃഷ്ണകുമാർ, അദ്ദേഹത്തിൻ്റെ വസതിയുമായി കോണ്ടാക്റ്റുണ്ട്. ഈ സുരേഷ് കുമാറിന്, ഈ ഷാജിക്കും വളരെ നല്ല കോണ്ടാക്റ്റ്, വളരെ അടുത്ത കോണ്ടാക്റ്റാണ്. അപ്പം അതുകൊണ്ട് എല്ലാ ഒഫീഷ്യൽ കാര്യങ്ങളും അവിടെ നിന്നുകൊണ്ടാണ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഡൽഹി നഗരത്തിനകത്ത് എവിടെ വേണോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഡൽഹി പോലീസ് കമ്മീഷണറുടെ റിട്ടേൺ പെർമിഷൻ വേണം. അതാണ് അന്നത്തെ നിയമം. അപ്പം ഈ PM സെയ്ദ് എന്ന് പറയുന്ന ലക്ഷദ്വീപിലെ നിന്നുള്ള പ്രതിനിധിയായി മലയാളിയായ PM സെയ്ദ്, അദ്ദേഹത്തെ പോയി ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ കാര്യമെല്ലാം പറഞ്ഞു, ഇങ്ങനൊരു സിനിമയുടെ ഷൂട്ടിങ്ങാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ചു, ഇതിൻ്റെ കഥയൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കഥ പറഞ്ഞു. AK സാജൻ കൂടെ ഉണ്ടല്ലോ, അദ്ദേഹം കഥ പറഞ്ഞു. അത് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പെർമിഷൻ്റെ കാര്യം ഞാൻ ചെയ്യാം, കുഴപ്പമില്ല എനിക്കെന്ന് പറഞ്ഞു. അപ്പം തന്നെ മന്ത്രി ഓഫീസിൽ നിന്നും കമ്മീഷണർക്ക് ഫോൺ ചെയ്തു. കമ്മീഷണർ അവിടെ വിളിപ്പിച്ച് അവിടെ ഇരുന്ന് തന്നെ പെർമിഷൻ തയ്യാറാക്കി ഞങ്ങൾക്ക് തന്നു. ഡൽഹി നഗരത്തിലെ ഏത് സ്ഥലത്തും ഏത് സമയത്തും ഷൂട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു പെർമിഷനാണ്, ആരും ചോദിക്കില്ല. പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് 2 പോലീസ് വാഹനങ്ങൾ വേണം. അന്ന് അവിടെ പോലീസ് വാഹനമായി ചെറിയ വാഹനമായി ഉപയോഗിക്കുന്നത് ജിപ്സിയാണ്. അന്നത്തെ മാരുതി ജിപ്സി എന്ന് പറയും. ആ വാഹനങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈ സ്പീഡിൽ പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അത് ഒരു 2 വാഹനം വേണം. അതിന് വേണ്ട പോലീസുകാരും വേണം, ഗണ്ണൊക്കെ വെച്ചിട്ടുള്ള പോലീസുകാരുണ്ട് അവിടെ. എല്ലാ പോലീസ് വാഹനത്തിലിരിക്കുന്നവരും ഗണ്ണാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് AK-47 പോലത്തെ റൈഫിൾ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതും കമ്മീഷണർ അനുവദിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ഡൽഹി നഗരം ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരു സിനിമയായിരുന്നു ഈ കാശ്മീരം എന്ന് പറയുന്ന ഒരു സിനിമ. ശരിക്കും ഓടി നടന്ന് എവിടെയെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനേറെ ഞങ്ങൾ ഈ താജ്മഹൽ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ താജ്മഹലിൻ്റെ പുറകുവശത്ത് യമുനാ നദിയുടെ കരയിൽ നിന്ന് ഷൂട്ട് ചെയ്ത അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ തൊട്ടടുത്ത് ഈ താജ്മഹൽ കിട്ടും.
കരയിലാണല്ലോ ഇരിക്കുന്നത്, അതിൻ്റെ ഒരു വശം, ഒരു സൈഡ് ഈ യമുന നദിക്കരയിലാണ് മേലെയായിട്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ആ നദിക്കരയിൽ കൊണ്ടുവച്ച് ഞങ്ങൾ സോങ്ങിൻ്റെ കുറച്ച് ഭാഗമാണ് അതെടുത്തത്, അതിലുപയോഗിക്കുന്ന ഒരു സോങ്ങിൻ്റെ അങ്ങനെ അതും വരെ എടുത്തിട്ടുണ്ടെന്നുള്ളത്. ഇതിനിടയിൽ ഒരു കാശ്മീർ ഒരു യുവാവ് വേണം, ഇതിലൊരു കഥാപാത്രമാണത്. ഒരു പ്രിയാരാമൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു കാശ്മീരി യുവാവിനെ പ്രണയിക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ, കുറച്ച് പോർഷനേ ആയിക്കൊള്ളൂ, എങ്കിലും ഒരാൾ വേണം കാശ്മീരി യുവാവ്. അങ്ങനെ അവിടെ മുഴുവൻ തപ്പി കാശ്മീരി ഹാൻഡിക്രാഫ്റ്റ്സ് എല്ലാം വിൽക്കുന്ന ഒരു ഷോപ്പും അതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തപ്പിയാണ് ഒരു ചെറുപ്പക്കാരനെ കിട്ടി, നല്ല കാണാൻ സുമുഖനായ, കണ്ടാലൊരു ഹീറോ ലുക്കിലുള്ള ഒരാളിനെ കിട്ടി അയാളെ കൊണ്ടുവന്നു, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അഭിനയിപ്പിച്ചു. പക്ഷേ അഭിനയം വരുന്നില്ല, ലുക്കെല്ലാം ഉണ്ട്, അപ്പോൾ അഭിനയം വരുന്നില്ല. അങ്ങനെ മണിക്കൂറുകളോളം നമുക്ക് നഷ്ടപ്പെട്ടു, ഷൂട്ടിംഗ് നടക്കുന്നില്ല. ഇയാൾക്ക് അത് ഒരു ഡയലോഗ് പറഞ്ഞു കൊടുത്താൽ ആ ഡയലോഗ് കൃത്യമായി പറയാൻ പറ്റുന്നില്ല. അങ്ങനെ എടുത്ത് ഒരുപാട് ഫിലിമും വേസ്റ്റായി. നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ പിന്നെ അയാളെ പറഞ്ഞു വിട്ടു. ഇനിയൊരാളിനെ കണ്ടെത്തണമല്ലോ. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മളുടെ ഈ സംവിധായകൻ്റെ ഒരു അസിസ്റ്റൻ്റായിരുന്നു അന്ന് ഈ ഇന്നത്തെ ചലച്ചിത്ര പ്രവർത്തക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായ മധുപാൽ. അദ്ദേഹം അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് രാജീവ് അഞ്ചലിൻ്റെ. അപ്പം അങ്ങനെ ഈ ഒരു കാശ്മീരി ലുക്കൊക്കെ ഉണ്ട് അന്ന്, നല്ല വെളുത്ത ഒരു പ്രത്യേക ലുക്കുള്ള ഒരു ആളാണ് ഈ മധുപാൽ. അങ്ങനെ ഞാനും സുരേഷും കൂടെ ഇങ്ങനെ ആരെ കിട്ടുമെന്ന് ആലോചിച്ച് ഇങ്ങനെ കണ്ണ് നേരെ ചെന്നെത്തി മധുപാലിലാണ്. ഞാൻ ചുമ്മാ ഒരു കോമഡിക്കാണ് സുരേഷിനോട് ചോദിച്ച്, നമ്മുടെ മധുപാൽ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് സുരേഷ് വന്ന് നോക്കിയത്. ശരിയാണല്ലോ, പറ്റുമെന്നാണ് തോന്നുന്നത്, എന്തായാലും രാജീവ് അഞ്ചലോട് സംസാരിച്ച് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജീവ് അഞ്ചലിനെ കണ്ട് ഞങ്ങൾ 3 പേരും കൂടെ ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണ് അതിലെ കാശ്മീരി യുവാവെന്നുള്ള ആ ഒരു സോങ്ങൊക്കെ ഉള്ളൊരു ക്യാരക്ടർ ഈ മധുപാൽ അഭിനയിച്ച് ആ റോള്. അദ്ദേഹം ഭംഗിയായി അത് കൈകാര്യം ചെയ്യുകയും ചെയ്തു, വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു. ഒരു ടെററിസ്റ്റിൻ്റെ മകനാണ്, അത് അവരോട് പകരം വീട്ടാൻ വരുന്ന ഒരു യുവാവാണത്. ഒരു പ്രണയം നടിച്ച് പകരം വീട്ടാൻ വരുന്ന ഒരു യുവാവായിട്ടാണ് വളരെ ഭംഗിയായി അഭിനയിക്കുകയും പിന്നീട് അഭിനേതാവും സംവിധായകനും ഒക്കെയായി മാറിയ മധുപാൽ. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം, പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര, ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും, നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി, സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. ആ ഒരു ആത്മബലം കൊണ്ടാണ് അടുത്ത ഒരു സിനിമ ഷൂട്ടിംഗ് നടന്നത്. ഇതേ സുരേഷ് കുമാറിൻ്റെ സിനിമ ഷൂട്ടിംഗ് നടന്നത് കുളു മണാലി എന്ന സ്ഥലത്താണ്. തക്ഷശില എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അതിൻ്റെ സംവിധായകൻ ശ്രീകുട്ടനാണ്. ഈ തക്ഷശിലയുടെ ഷൂട്ടിങ്
നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് ആദ്യം സിക്കിം എന്ന സ്ഥലത്താണ്. സിക്കിം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, വളരെ സെൻസിറ്റീവായ ഒരു ഏരിയ. അത് യാത്ര തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഈ അത് ജയ്പാൽഗുരി, ന്യൂ ജയ്പാൽഗുരി അതുവഴി പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു 60 കിലോമീറ്ററോളം മേലോട്ട് സഞ്ചരിച്ച് അവിടെയാണ് ഈ സിക്കിം എന്ന് പറഞ്ഞ നഗരം. അവിടെയാണ് ഷൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ സ്ഥലങ്ങളും മറ്റുമൊക്കെ കാണുന്നതിന് വേണ്ടി, ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി, ലൊക്കേഷൻ പോകുന്നതിന് വേണ്ടിയിട്ട് അന്ന് ആ ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് ഫിക്സ് ചെയ്തിരുന്ന എന്നെ അത്യാവശ്യമായി വിളിക്കുകയും, എന്നാൽ എനിക്ക് വേറൊരു ചിത്രത്തിൻ്റെ അവസാന പണികൾ, അതായത് സെൻസറും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വാ, നിങ്ങൾ അതിന് ചേട്ടൻ രണ്ടാമത് ഞാൻ പൊക്കോളാം, ഫൈനൽ ഞാൻ പൊക്കോളാം, നിങ്ങളൊന്നും പോയി കണ്ട് ഒക്കെ നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നിർമ്മാതാവായ സുരേഷ് കുമാറും എഴുത്തുകാരനും ആയ AK സാജനും ഈ സംവിധായകനും ഒക്കെ ആയിട്ട് അവർ സിക്കിം കാണാൻ പോയി. അപ്പോൾ പോകുന്ന സമയത്ത് ഈ അവിടെ ഈ മഞ്ഞ് ഉറഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി എല്ലാം നോക്കിയപ്പോഴത്തേക്ക് ഗംഭീരം അത് കണ്ടു. തിരിച്ച് അവർ വന്നു. തിരിച്ചെത്തിയിട്ട് ഷൂട്ടിങ്ങിന് കുറേ നാൾ ബാക്കിയുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഫ്രീ ആയി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ പോയി കണ്ടു, എല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പോയി കണ്ടിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. 3-ാമത്തെ മാസത്തിലാണത് ഞാൻ പോകാമെന്നത് പോയി ഫൈനലൈസ് ചെയ്തിട്ട് അവിടെ താമസ സൗകര്യവും മറ്റെല്ലാം ഏർപ്പാട് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് ഞാനും അതിൻ്റെ ഈ സുരേഷ് കുമാറിൻ്റെ ഒരു സഹനിർമ്മാതാവായ സനൽ കുമാറും ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹവും അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഈ സിക്കിമിലേക്ക് പോവുകയാണ്. താഴെ നിന്ന് മേലോട്ടുള്ള ഒരു യാത്രയുണ്ട് ഈ ബൈ റോഡ്. അപ്പം ഞാൻ അവിടെ തൊട്ടുള്ളതിൻ്റെ സൗകര്യങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഈ മറ്റ് ടെക്നീഷ്യൻസിൻ്റെ അവരെല്ലാം ഈ ട്രെയിൻ മാർഗമാണ് എത്തിക്കേണ്ടത്. ന്യൂ ജയ്പാൽഗുരി എന്ന സ്റ്റേഷനിൽ ഇറങ്ങേണ്ടി വരും. അപ്പോൾ അവിടെ വന്നതിന് ശേഷം പിന്നെ ഈ ഇത്രയും ദൂരം മേലോട്ട് കയറണം. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വരായിരുന്നു. അപ്പം ഒറ്റ റോഡാണ്, സിംഗിൾ റോഡായ ചെറിയ റോഡാണ് ഈ സിക്കിമിലേക്ക് താഴെ നിന്നും മേലേക്ക് 60 കിലോമീറ്റർ മേലെ കയറുന്ന റോഡ്. ഒരു സൈഡ് മുഴുവൻ വളരെ ആഴത്തിൽ, വളരെ ഡീപ്പായിട്ട് പോകുന്ന ഒരു പുഴ, റിവർ ഉണ്ട്. മറ്റു ഭാഗം ഉയർന്ന കുന്നിൻ പ്രദേശം. അപ്പോൾ കുന്നിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയ റോഡാണ്. ഇത് സൈനിക വാഹനങ്ങൾക്ക് പോകാനായിട്ടാണ് ആ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും. പക്ഷേ എന്നാലും ആ പ്രദേശത്തുള്ളവർ പോകുന്നുണ്ട്. അപ്പോൾ സൈനിക വാഹനങ്ങൾ വരുമ്പോൾ ഈ കൂടുതലും ആ റോഡിൽ ഓടുന്നത് ഈ മാരുതി വാനാണ്. അപ്പോൾ കുറച്ച് സ്പേസ് കുറവാണല്ലോ, മാരുതി വാനാണ്. അപ്പം മാരുതി വാന് ഈ സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഒതുക്കി കൊടുക്കുമ്പോൾ സൈനിക വാഹനങ്ങൾ മറികടന്നു പോകും. അങ്ങനെയാണ് ഈ മേലെ എത്തേണ്ടത്. മേലെ എത്താൻ തന്നെ ഒരു 3 മണിക്കൂർ എടുത്ത് ഈ 60 കിലോമീറ്റർ. വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അവിടെ ഉള്ളവർക്കും അവിടെ ഈ സൈനിക വാഹനം പോകുന്നവർക്ക് അവർക്കെല്ലാം ഇതൊരു നിത്യത്വമുള്ള അഭ്യാസമാണ്. പക്ഷേ നമ്മളാദ്യമായിട്ട്, ഞാൻ നേരത്തെ ഡൽഹിയിലെ കാര്യം പറഞ്ഞതുപോലെ, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോകുന്നതും കാണുന്നതും എല്ലാം. അപ്പം അങ്ങനെ മേലെ എത്തിപ്പെട്ട് ഹോട്ടലൊക്കെ എടുത്തു, താമസിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ഒരു ജേക്കബ് സാറെന്ന് പറഞ്ഞൊരു അവിടുത്തെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഒരു അധ്യാപകനുണ്ട്, മലയാളിയായ. അദ്ദേഹമാണ് അവിടുത്തെ ലോക്കൽ നമ്മളെ സഹായിക്കുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹവുമായി പോയി കണ്ടു, അദ്ദേഹത്തിന് വീട്ടിൽ പോയി കണ്ടു. അദ്ദേഹവും ഞങ്ങളെ കൂടെ ബാക്കി കാര്യങ്ങൾക്ക് വന്ന് ലൊക്കേഷനായിട്ട് നോക്കുന്നത്. അങ്ങനെ ഇവർ കണ്ടുവച്ച ലൊക്കേഷൻ ഒന്നുകൂടെ കാണാനായിട്ട് പോകുമ്പോഴത്തേക്കാണ് ഈ ആ റോഡിനെ പറ്റിയിട്ട് മനസ്സിലാവുന്നത്. അവിടെ താമസിച്ചുകൊണ്ട് ടുവേർഡ്സ് ചൈന ബോർഡർ, യുംതാങ് എന്നൊക്കെ പറയും. അപ്പം ചൈന അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ഏത് സമയത്തും ഈ മണ്ണിടിഞ്ഞ് റോഡ് ബ്ലോക്കാവാം. ചിലപ്പോൾ മണിക്കൂറുകളുണ്ട് ആ മണ്ണ് മാറ്റിയെന്ന് വരാം,
ചിലപ്പോൾ ദിവസങ്ങളെടുക്കും അത് മാറ്റി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളൊരു ഷൂട്ടിങ്ങിന് അപ്പുറത്ത് പോയി ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റാതെ ഈ 2 ദിവസം വഴി കിടക്കാനുള്ളൊരു സ്ഥിതിയെപ്പറ്റി ഒന്ന് ആലോചിച്ച്. അപ്പം അതാണ് എൻ്റെ ചിന്ത മുഴുവൻ. അപ്പോൾ ഈ കഥയെല്ലാം ഞാൻ ഈ അവിടെയുള്ള വളരെ എക്സ്പെർട്ടായ ആൾക്കാരുടെ അടുത്തും ഈ നമ്മുടെ സഹായിക്കാൻ വന്ന സാറിൻ്റെ അടുത്തുനിന്നും എല്ലാം മനസ്സിലാക്കി. പിന്നെ മാത്രമല്ല, ഈ എനിക്ക് മുൻപേ ലൊക്കേഷൻ കാണാമെന്ന് നിർമ്മാതാവെല്ലാം വരുന്ന സമയം കഴിഞ്ഞ് 3 മാസം ഏതാണ്ടായിരിക്കുന്നു. ആ സമയത്ത് തന്നെ മഞ്ഞെല്ലാം ഈ അടുത്തൊന്നും ഇല്ല, മഞ്ഞെല്ലാം പോയി കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ടൈം ചേഞ്ച് ആയല്ലോ. അപ്പം അങ്ങനെ മഞ്ഞിൻ്റെ ഒരു ഇതൊന്നുമില്ല. മഞ്ഞ് കിട്ടും, അങ്ങ് ചൈന ബോർഡറിലേക്ക് എത്തിയാൽ കിട്ടും. പിന്നെ ഒരു 10-20 കിലോമീറ്ററേ ഉള്ളൂ ഈ സിക്കിം നിന്ന് ബോർഡറിലേക്ക് എത്താനായിട്ട്. പക്ഷേ ആ റോഡിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ട്രാഫിക്കും അതിൻ്റെ ഒരു യാത്രയാണത് ഒരിക്കലും. അപ്പം ഇതെല്ലാം 2 ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കി ഞാൻ പിന്നെ മാത്രമല്ല, അവിടെ ഈ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പച്ചക്കറി മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയും പോലെ എല്ലാ സാധനവും ഈ താഴെ നിന്ന് വരണം മേലേക്ക് എല്ലാ ദിവസവും, പച്ചക്കറി അടക്കം. അപ്പം ഇത് രാവിലെ എന്ന് പറയണത് അവിടെ ഒരു 12 മണിക്കൊക്കെ എത്തുള്ളൂ ഈ സാധനങ്ങൾ സാധാരണഗതിയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കത് പർച്ചേസ് ചെയ്ത് പിന്നെ നമ്മളുടെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. പിന്നെ അതുപോലെ തന്നെ താമസ സൗകര്യവും വളരെ പരിമിതമാണ്. താമസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ വലിയ 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഉണ്ട് അവിടെ. അപ്പം അതൊന്നും നമുക്ക് ഒരു സിനിമയ്ക്ക് താങ്ങുന്ന ബഡ്ജറ്റിലല്ല. അങ്ങനെ ഞാൻ നിർമ്മാതാവിനെ അറിയിച്ചു, അദ്ദേഹം മടങ്ങി വന്നോളാൻ പറഞ്ഞു. അതിനുശേഷമാണ് ഈ കുളു മണാലി എന്ന സ്ഥലം എന്നുള്ളത് ഒരു തീരുമാനത്തിലെത്തുന്നത്. അവിടെയും എന്നെ സംബന്ധിച്ചോളം കുളു മണാലി എന്ന് പറയുന്നത് നമ്മൾ ഈ ഹിന്ദി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ മഞ്ഞുവാരി എറിയുന്നത്, രാജേഷ് ഖന്നയും സൽമാൻ ടാഗൂറും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞുവാരി എറിയുന്നത്, അങ്ങനെ അതെല്ലാം ഈ കുളു മണാലിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അവിടേക്കുള്ള അടുത്ത യാത്ര. അപ്പം അവിടെ പോയി കാര്യങ്ങളെല്ലാം കണ്ടു, സംസാരിച്ചു, റൂം താമസ സൗകര്യം എല്ലാം ഫിക്സ് ചെയ്തു. അങ്ങനെ വീണ്ടും ആ തട്ടത്തിലയുടെ ഷൂട്ടിംഗ് അവിടെ നടത്തി. അപ്പം അതിൻ്റെ ക്യാമറമാൻ ദിനേശ് എന്ന് പറയുന്ന ക്യാമറമാനാണ്. പിന്നെ എഴുത്തുകാരൻ നമ്മുടെ AK സാജൻ, അഭിനയിക്കുന്നത് സുരേഷ് ഗോപി, ചാന്തി കൃഷ്ണ, വേറൊരു പുതിയ ഒരു പെൺകുട്ടി, പിന്നെ ക്യാപ്റ്റൻ രാജു, ജഗദീഷ്, അങ്ങനെ തുടങ്ങി ഒരു വലിയ താരനിര തന്നെയുണ്ട് അതിനകത്ത്. അപ്പം അവരെല്ലാം ഒരുമിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പർവ്വതാരോഹണവുമായി ബന്ധപ്പെട്ട ഒരു പർവ്വതാരോഹണത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു പഠിപ്പിക്കുന്ന ആളാണ് ഈ സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ. അപ്പോൾ സുരേഷ് ഗോപി അവിടെ വലിയ എക്സ്പെർട്ടായിട്ടെന്നുള്ളതാണ് ഈ കഥാപാത്രത്തിൻ്റെ കഥയിൽ വരുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലമാണ് അവിടെ ഉള്ളത്. അവിടെ ആവശ്യത്തിന് മഞ്ഞുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ മഞ്ഞുണ്ട്. അപ്പം അങ്ങനെ ഒരു ദിവസം ഈ 10,000 അടിക്ക് മേലെ ഷൂട്ടിങ്ങിൻ്റെ ഒരു പെർമിഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ ഗ്രഫ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് സെൻ്റർ. ഈ ആർമിയിൽ ഗ്രഫ് എന്ന് പറയും. അപ്പോൾ അവർ ഈ റോഡിൽ മഞ്ഞ് കൂട്ടിയിട്ടിരുന്ന അത് ഈ സൈനിക വാഹനങ്ങൾ വരുമ്പോൾ അതിന് മുന്നേ തന്നെ അത് നീക്കിക്കൊടുത്താണ് ഇതിൻ്റെ വാഹനത്തിന് വഴിയൊരുക്കുന്നത്. ആ ഒരു വിഭാഗമാണ്. അപ്പം അവർ ഏതാണ്ട് മഞ്ഞിനടുത്ത് തന്നെയാണ് അവരുടെ സങ്കേതമൊക്കെ, ടെൻ്റ് അടിച്ചിട്ട് താമസിക്കുന്നതിന് വളരെ വിഷമം പിടിച്ച, അതും പട്ടാളക്കാരാണ്, വിഷമം പിടിച്ച ഒരു സെക്ഷനാണത്. പക്ഷെ അതിനും ഇതുപോലെ ഇവിടെ ചെന്നാലും മലയാളികളുണ്ടെന്ന് പറയുന്ന പോലെ അവിടെയും മലയാളികളുണ്ട്, അതും പട്ടാളക്കാരാണ്. അപ്പം ഇതെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കി. ഈ സ്ഥലം മടി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. മടി എന്ന് പറഞ്ഞാൽ ശവപ്പറമ്പെന്നാണ് ഹിന്ദിയിൽ അതിൻ്റെ അർത്ഥം.
അതായത് ഈ സ്ഥലത്ത് ഏത് സമയത്തും മഞ്ഞ് ഇടിഞ്ഞു വീഴാം, മഞ്ഞ് കളിച്ചുണ്ടാകാം. അപ്പോൾ ഈ മഞ്ഞ് വിഴുന്ന് അതിനടിയിൽ പോയ നിരവധി ആൾക്കാർ അതിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. പിന്നെ വേനൽക്കാലമാകുമ്പോൾ മഞ്ഞുരുകി അത് ആ ഡെഡ് ബോഡി താഴെ ഒരു നദി ഒഴുകുന്നുണ്ട്, അതിൽ കൂടി പോകുമ്പോഴാണ് ആ ബോഡി കിട്ടുന്നത് എന്നുള്ളതാണ്. വളരെ അഗാധമായ മഞ്ഞിനടിയിൽ മഞ്ഞുകൊണ്ട് മൂടും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു, ഈ രാവിലെ പോകുന്നതിന് കുഴപ്പമില്ല, രാവിലെ നമ്മളവിടെ വെളിച്ചം എല്ലാം കിട്ടി വരുമ്പോഴത്തേക്ക് 9 മണി കഴിയും. അവിടെ എത്തിക്കഴിഞ്ഞാലും വൈകുന്നേരം 4-4:30 5 മണിയാകുമ്പം താഴെ വിട്ടോളണം, താഴേക്ക് വന്നോളണം. 5 മണി കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചാണ് നിൽക്കുന്നത്. 5 മണി കഴിഞ്ഞ് ഒരു ദിവസം ഇതുപോലെ 5 മണി കഴിഞ്ഞ് ഷൂട്ടിംഗ് അവിടെ തീർത്തിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന് ഒരു ഇതിൽ ബേസിൽ ഞാൻ ഓരോ വണ്ടിയും മേലോട്ട് പോയ വണ്ടികളുടെ എണ്ണം കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് എത്ര പേര് അതിനകത്ത് കയറി ഓരോ വണ്ടി ചെക്ക് ചെയ്തു. അതിനകത്ത് പോയ ആൾക്കാർ, ക്രൂ, ആർട്ടിസ്റ്റ് എല്ലാം അങ്ങനെ ചെക്ക് ചെയ്ത് അവസാനത്തെ വണ്ടി എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു 3 പേര് കയറുന്ന ഒരു സിംഗിൾ ഡോറുള്ള ജിപ്സിയാണ്. അങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ശബ്ദത്തോടു കൂടി ഒരു മഞ്ഞുമല പോലത്തെ ഒരു വലിയ ഗോളം ഇങ്ങനെ ഉരുണ്ട് വരുന്നത് ഈ ഡ്രൈവർ കാണുകയും ഡ്രൈവർ അവിടെ തന്നെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ഒരൊറ്റ ഓട്ടം. ഈ ബാക്കിലിരിക്കുന്ന ഞങ്ങൾ ഈ സീറ്റ് പൊക്കാനായിട്ട് പ്രയാസപ്പെടുന്നു. ഞങ്ങൾ 2 പേരിൽ ആര് ഇറങ്ങണമെന്നുള്ള മത്സരമാണ്. കാരണം ജീവൻ മരണ സംഭവമാണ്, മരിക്കാതിരിക്കണമെങ്കിൽ ഇറങ്ങണം. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി കൂടി 2 പേര് ഇറങ്ങി ഞങ്ങളും ആ ഡ്രൈവർ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടി. നേരത്തെ പോയവരെല്ലാവരും ഹോട്ടൽ റൂമിലെത്തി. ഈ 3 പേര്, ഞങ്ങൾ 3 പേരെ കാണുന്നില്ല. 7 മണിയായി, കാണുന്നില്ല. 7:30 8 മണിയായി. എവിടെ പോയി അന്വേഷിക്കും, എന്തും അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ 8 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോലീസിനെ ഇൻഫോം ചെയ്തു. ബാക്കിയുള്ളവർ ഇതുപോലെ 3 പേര്, ഞങ്ങൾ പോയവരിൽ 3 പേര് മിസ്സിങ് ആണ്, ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് അങ്ങോട്ട് അന്വേഷിച്ച് വന്നു. അപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങി വന്നപ്പോൾ പോലീസ് അവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളെ ഈ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ മിസ്സിങ് ആണെന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയുന്നു. പിന്നെ പോലീസിൻ്റെ ഒരു എസ്കോർട്ടിലാണ് ഞങ്ങൾ റൂമിലേക്ക് എത്തിയത്. ഈ സിനിമാ ലോകത്ത് 70-കളിൽ 80-കളിൽ 90-കളിൽ തുടങ്ങി ഇപ്പോഴും സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഈ കാലഘട്ടം മുഴുവൻ ഇപ്പോഴും നോക്കി കാണുന്നുണ്ട്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിൻ്റെ കാലഘട്ടം, അത് കഴിഞ്ഞ് ചെറിയ രീതിയിൽ കളർ ഫിലിമിൻ്റെ ഒരു കാലഘട്ടം, അത് കഴിഞ്ഞ് മുഴുവൻ കളറായ കാലഘട്ടം, ഇപ്പം എത്തി നിൽക്കുന്ന ഡിജിറ്റൽ ഫിലിമൊക്കെ അപ്രത്യക്ഷമായി. ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ കാലഘട്ടം കൊണ്ട് 52 വർഷം കൊണ്ട് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോഴും ഈ മാറിയ യുഗത്തിലും സിനിമ എന്ന മാധ്യമത്തോട് നീതി പുലർത്തി മുന്നോട്ട് പോവുകയാണ്.